ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ തന്നെ അശ്വിൻ ഗ്ലാസ്സിലെ വെള്ളം ഫുള്ളും തന്നെ ശ്രുതിയുടെ മേത്തേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പം നിനക്ക് ഓർമ്മ വന്നോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ചിരിച്ചുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ദേഷ്യവും വരുന്നുണ്ട് കേട്ടോ. അതിലപ്പോൾ ഗ്ലാസ്സിലെ ബാക്കി ഉണ്ടായിരുന്ന വെള്ളവും അശ്വിൻ്റെ മേത്തേക്ക് ഒഴിക്കുകയാണ് ശ്രുതി. ശേഷം രണ്ടുപേരും നനഞ്ഞു കുളിച്ച് അങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് രണ്ടുപേരെയും മുത്തശ്ശി നിലത്തേക്ക് വിളിക്കുന്നുണ്ട്. കുഞ്ഞാ ശ്രുതി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ അശ്വിനും ശ്രുതിയും കൂടി നിലത്തേക്ക് പോകുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഇന്നറിയാലോ, ഇന്ന് സപ്താഹമാണ്. എല്ലാവരും ഇന്ന് വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോഴേക്കും ഇവിടുന്ന് പുറപ്പെടണം എന്ന് പറയാണ്. ശരി മുത്തശ്ശി, ഞാൻ വരാം എന്ന് അശ്വിൻ പറയുന്നുണ്ട്. കാരണം അശ്വിൻ അറിയാം ശ്രുതി എന്തായാലും സപ്താഹത്തിന് പോകുമെന്ന്. അതുകൊണ്ടാണ് അശ്വിൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട്, മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം, എനിക്ക് വരാൻ സാധിക്കില്ല എന്ന് പറയണം. മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി മോളെ, നീ അതേ പറയുള്ളൂ എന്ന് എനിക്കറിയാം. അതേ മുത്തശ്ശി, അഞ്ജലി ചേച്ചിയുടെ മനസ്സിന് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പോകുന്നത്. ആ സമയത്ത് ഞാൻ കൂടി വന്ന അഞ്ജലി ചേച്ചിക്ക് അത് ഇഷ്ടമാവില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയുകയാണ്. ശരി മോളെ, എങ്കിൽ ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം, നീ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ അശ്വിൻ വിചാരിക്കുകയാണ്, ഇവള് പോകുന്നില്ലേ എന്ന രീതിയിൽ അശ്വിൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അശ്വിൻ്റെ ഒരു കോൾ വരുവാണ്, ഓഫീസിൽ നിന്നാണ് വരുന്നത്. കോൾ വേറൊന്നുമല്ല, ഇന്നൊരു 7 മണി 8 മണി സമയത്ത് ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങിൽ എന്തായാലും പങ്കെടുക്കണം എന്നാണ് ആ കോളിൽ പറയണത് കേട്ടോ. അങ്ങനെ അശ്വിൻ വിചാരിക്കുകയാണ്, അപ്പോൾ എന്തായാലും സപ്താഹത്തിന് പോകാൻ പറ്റില്ല, ഈ കാര്യം ചേച്ചിയെടുത്ത് പറഞ്ഞേ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് അശ്വിൻ നേരെ അഞ്ജലിയുടെ റൂമിലേക്ക് പോകുമ്പോൾ അഞ്ജലി വിഷമിച്ചിരിക്കുകയായിരിക്കും കേട്ടോ. അശ്വിൻ പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ്. അഞ്ജലി പറയേണ്ട, സാരില്ല കുഞ്ഞ, എനിക്ക് എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവിനെ കിട്ടി എന്ന് വിചാരിച്ച് ഒരുപാട് അഹങ്കരിച്ചു, ഒരുപാട് സന്തോഷിച്ചു. അത് ചിലപ്പോൾ ദൈവങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇത് ആരുടെയും കുറ്റം കൊണ്ടല്ല കുഞ്ഞ, എൻ്റെ സമയദോഷം ഭാഗ്യദോഷം കൊണ്ട് സംഭവിച്ചതാണ്. എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല എന്ന് പറയാണ്. ചേച്ചി, ഇന്ന് വൈകുന്നേരം ഇവിടെ നിന്ന് എല്ലാവരും സപ്താഹത്തിന് പോകുന്നുണ്ട്, ചേച്ചിയും പോകണം. അപ്പോൾ കുഞ്ഞ, നീ വരാമെന്ന് പറഞ്ഞതാണല്ലോ. ചേച്ചി, എനിക്ക് വരണമെന്നുണ്ട്, പക്ഷേ വരാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ചേച്ചി. ഇപ്പം എനിക്കൊരു കോള് വന്നായിരുന്നു, ഒരു മീറ്റിംഗ് ഉണ്ട്, അതിൽ പങ്കെടുത്തേ പറ്റുമെന്ന്. അതിൽ പങ്കെടുത്തില്ലെങ്കിൽ ശരിയാവില്ല, വേണമെങ്കിൽ ആ മീറ്റിംഗ് ക്യാൻസലാക്കായിരുന്നു. പക്ഷേ അത് കുഴപ്പമില്ല കുഞ്ഞ, നീ എനിക്ക് വേണ്ടി മീറ്റിംഗ് ക്യാൻസലാക്കേണ്ടെന്ന് പറയുകയാണ്. ചേച്ചി, എനിക്ക് ചേച്ചിക്ക് വേണ്ടി മീറ്റിംഗ് ക്യാൻസലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, പക്ഷേ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേറെ ആരും ഇല്ല ഓഫീസിൽ നിന്ന്, അതുകൊണ്ടിട്ടാണെന്ന് പറയുമ്പോൾ, സാരില്ല കുഞ്ഞ, നീ മീറ്റിംഗ് ഒന്നും ക്യാൻസലാക്കേണ്ട, ഞാൻ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, അവരുടെ കൂടെ പോയിട്ട് വരാം. ചേച്ചി, എൻ്റെ മനസ്സെപ്പോഴും ചേച്ചിയുടെ കൂടെ ഉണ്ടാവും. ചേച്ചി എല്ലാ പരിപാടിക്കൊക്കെ പോയിട്ട് തിരിച്ചു പോവാം, അപ്പോഴേക്കും ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമെന്ന് അശ്വിനും പറയുന്നുണ്ട്. അഞ്ജലിക്ക് സന്തോഷമാവാണ്, കാരണം തൻ്റെ അനിയൻ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, തൻ്റെ അനിയൻ തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം അഞ്ജലിയുടെ മുഖത്തും ഉണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന പ്രീതിനെയാണ്. പ്രീതി നമ്മുടെ ആകാശിനോട് സോറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആകാശേട്ടാ പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്കുക, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറയാതിരുന്നതല്ല, ആ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് പറയാൻ പറ്റാതിരുന്നതാണെന്നൊക്കെ പറയുമ്പോൾ ആകാശ് അതൊന്നും തന്നെ കേൾക്കുന്നില്ല. അപ്പോഴേക്കും മനോരമ അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. എടി നീ പറഞ്ഞതൊന്നും ഇനി എൻ്റെ മോൻ വിശ്വസിക്കരുത്, നീ ലോക കള്ളിയാണ്, നീ മാത്രമല്ല നിൻ്റെ അനിയത്തി ലോക കള്ളിയാണ്, 2 കള്ളിയും കൂടി ചേർന്ന് ഈ വീട് കുട്ടിച്ചോറാക്കി, സമാധാനമായല്ലോ നിനക്ക് എന്നൊക്കെ പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, ആൻറ്റി അങ്ങനെയൊന്നും അല്ല ആൻറ്റി, ഞങ്ങൾ ഈ കുടുംബം വേർതിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ എന്തായടി, എല്ലാം നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ നടന്നോ എന്ന് ചോദിക്കുകയാണ്. ആൻറ്റി, ഞാൻ പറഞ്ഞതൊന്നും കേൾക്ക് വേണ്ട, ഇനി ഞാനും എൻ്റെ മോനും നീ പറഞ്ഞതൊന്നും കേൾക്കില്ല, മോനെ നീ വാ എന്ന് പറഞ്ഞിട്ട് ആകാശിനെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോകാട്ടോ. പ്രീതിക്ക് വല്ലാത്ത വിഷമമാവുന്നുണ്ട്. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആകാശിനടുത്ത് പ്രീതി സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ ആകാശ് പറയുന്നുണ്ട്, പ്രീതി തനിക്ക് ശ്രുതിയുടെയും അതുപോലെ തന്നെ അഞ്ജലി ചേച്ചിയുടെ കാര്യമൊക്കെ പറയാനാണോ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ എനിക്കത് കേൾക്കണമെന്നില്ല. തനിക്ക് ശ്രുതി എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണോ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ചേച്ചി ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് താൻ ആ കാര്യം സംസാരിക്കേണ്ട എന്ന് ആകാശ് പറയാണ്. പ്രീതി ഉറങ്ങാതെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ആകാശിന് വിഷമമൊന്നുണ്ട്. ആകാശ് പറയുന്നുണ്ട്, പ്രീതി പോട്ടെ, സംഭവിച്ചതൊക്കെ സംഭവിച്ചു, ഇനി ഒരിക്കലും നീ എൻ്റെ അടുത്തുനിന്ന് ഒരു കാര്യവും മറച്ചു വെക്കാൻ പാടില്ല. ഇന്നലെ വരെ നമ്മുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ച് മറക്കാണ്. ഇന്നു മുതൽ നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാണ്. ഇനി നമ്മൾ തമ്മിൽ ഒരു രഹസ്യമോ ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല, ഉറപ്പല്ലേ എന്ന് പ്രീതിയുടെ ചോദിക്കുമ്പോൾ പ്രീതി പറഞ്ഞിട്ട്, അതേ ആകാശേട്ടാ, ഇനി ഒരിക്കലും ആകാശൻ്റെ അടുത്ത് ഞാൻ ഒന്നും മറച്ചു വെക്കില്ല, എല്ലാം ഞാൻ തുറന്നു പറയും. ഞാൻ പറഞ്ഞല്ലോ, അത് കുടുംബം തകരാതിരിക്കാൻ വേണ്ട ശ്രുതി, ഇനി അതിനെക്കുറിച്ചൊന്നും പറയേണ്ടത് ഞാൻ പറഞ്ഞില്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, വേറെ എന്തെങ്കിലും സംസാരിക്കാം, എന്തായാലും ഞാൻ നിന്നോട് ക്ഷമിച്ചല്ലോ, അതുപോരെ എന്ന് പറയണം. അങ്ങനെ പ്രീതിക്ക് സന്തോഷമാണ്. അങ്ങനെ അവരുടെ പിണക്കം അവിടെ പോകുക കേട്ടോ. ശേഷം എല്ലാവരും സപ്താഹത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അശ്വിനും അവിടെ നിന്ന് പോകുക കേട്ടോ, മീറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശ്രുതി എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുകയാണ്. പെട്ടെന്നാണ് ശ്രുതി രാത്രി ആകുമ്പോഴേക്കും ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ശ്രുതിക്ക് കാണോ, അത്രയും വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുകയല്ലേ. പെട്ടെന്ന് കറണ്ട് പോയി. അയ്യോ, ഇതെന്താ പെട്ടെന്ന് കറണ്ട് പോയത്, ഇവിടെ കറണ്ട് പോകാറില്ലല്ലോ എന്നൊക്കെ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ശേഷം അപ്പുറത്തൊക്കെ നോക്കുമ്പോഴേക്കും ഈശ്വര താഴത്ത്
നിലയിൽ കറണ്ട് ഉണ്ട്, മുകളിലത്തെ നിലയിൽ മാത്രം മുകളിലത്തെ നിലയിൽ കറണ്ട് ഉണ്ട്, താഴത്തെ നിലയിൽ മാത്രം കറണ്ട് ഇല്ല, ഇതെന്ത് സംഭവിച്ചു ഈശ്വര എന്ന കാലത്ത് ശ്രുതി ആകെ പേടിച്ച് പിടിച്ച് രാമ 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 എന്നൊക്കെ പ്രാർത്ഥിച്ച് ഇങ്ങനെ വരും കേട്ടോ. അപ്പോഴേക്കും ഇങ്ങനെ ശ്രുതി നോക്കുമ്പോഴേക്കും ഈശ്വര ഇതെന്ത് മറിമായുമാണ്, ഈ പ്രേതം വലുതുമാണോ, ഒറ്റക്കായപ്പോഴേക്കും പ്രേതങ്ങാനും വന്നോ എന്ന കാഴ്ച ആകെ ടെൻഷനായിട്ടിരിക്കുക കേട്ടോ ശ്രുതി. അപ്പോഴേക്കും ശ്രുതി നോക്കുമ്പോഴേക്കും ഒരു താഴത്ത് ഭയങ്കര ഒരു കൂരിട്ട് അവിടെ ചെറിയൊരു പ്രകാശം പോലെ വരുന്നുണ്ട്. ആ പ്രകാശത്തിൽ ആരോ നിൽക്കുന്ന പോലെ ശ്രുതിക്ക് തോന്നുവാണ്. ശ്രുതി പെട്ടെന്ന് തന്നെ ഒരു വിളക്ക് കത്തിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആ പ്രകാശം കുറച്ച് അടുത്ത് വയ്ക്കുകയാണ്. ആരാ അത് എന്ന് ചോദിക്കുമ്പോൾ ആരും മിണ്ടുന്നില്ല. ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, ആരാ അത്, മര്യാദയ്ക്ക് പറഞ്ഞോ, ആരാ അത് എന്നിങ്ങനെ പേടിച്ചിങ്ങനെ ചോദിക്കുകയാണ്. അശ്വിനെ ചിരി വരുന്നുണ്ടോ, കാരണം അത് അശ്വിനാണ്. അശ്വിൻ്റെ മീറ്റിംഗ് ക്യാൻസലായിപ്പോയി, അതുകൊണ്ട് അശ്വിൻ തിരിച്ച് വീട്ടിലേക്ക് വന്നിരിക്കുക കേട്ടോ. അങ്ങനെ അശ്വിൻ ശ്രുതിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അലങ്കാരപ്പണിയൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വേണ്ടിയാണ് ലൈറ്റ് കുറച്ച് നേരത്തേക്ക് ഓഫ് ചെയ്തത്. അങ്ങനെ അശ്വിൻ കുറച്ച് മുമ്പിലേക്ക് നടന്നു വരുവാണ്. അപ്പോഴേക്കും ലൈറ്റ് ഓൺ ആവുന്നുണ്ട്. ലൈറ്റ് ഓൺ ആകുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് നോക്കുമ്പോഴേക്കും അശ്വിനെ കാണുന്നത് ശ്രുതി കെട്ടിപ്പിടിക്കുക കേട്ടോ. അശ്വിൻ സാർ നിങ്ങൾ വന്നോ, ഞാൻ ആകെ പേടിച്ചു പോയി അശ്വിൻ സാർ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ് ശ്രുതി. താനെന്തിനാണ് ഇങ്ങനെ പേടിക്കണത് എന്ന് പറഞ്ഞിട്ട് ഒരു റോസാപ്പൂവിൻ്റെ ഇതിലെടുത്തിട്ട് ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ വെക്കുവാണ്. ശ്രുതി നോക്കുമ്പോഴേക്കും റോസാപ്പൂ, പെട്ടെന്നാണ് ശ്രുതി നിലത്ത് ശ്രദ്ധിക്കുന്നത്. താൻ ചവിട്ടിയിരിക്കുന്നത് റോസാപ്പൂക്കളുടെ ഇതളുകളിലാണ്. ശ്രുതി നോക്കുമ്പോഴേക്കും കുറേ റോസാപ്പൂവിൻ്റെ ഇതകൾ ഇങ്ങനെ അവരുടെ ബെഡ്റൂമിൽ വരെ ഇങ്ങനെ റോസാപ്പൂവിൻ്റെ ഇതകൾ വിരിച്ച് വെച്ചിരിക്കുകയാണ് അവർക്ക് നടന്നു പോകാനായിട്ട്. അപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി ഇത് അശ്വിൻ്റെ ഒരു ചെറിയൊരു സർപ്രൈസാണെന്ന്. ശ്രുതി വേഗം തന്നെ അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കാട്ടോ. ഇത് നിങ്ങളുടെ പണിയായിരുന്നല്ലേ, എന്നെ വെറുതെ പേടിപ്പിച്ചല്ലേ നിങ്ങളെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മേത്തേക്ക് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുക കേട്ടോ. ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട്, നീ കുറച്ച് മുമ്പ് ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു, നീ എപ്പോൾ എൻ്റെ മേത്തേക്ക് വന്ന് വീഴുന്നോ അന്ന് നീ എന്നെ ഭർത്താവായിട്ട് സ്വീകരിക്കുകയാണ്. ഓഹോ, അപ്പം നിങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ പിന്നെ അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ ശ്രുതി കുറച്ച് നാണത്തോടു കൂടി പുറകിലേക്ക് ഇങ്ങനെ മാറുവാട്ടോ. പെട്ടെന്ന് അശ്വിൻ ശ്രുതിയുടെ കൈകളിലേക്ക് ഇങ്ങനെ കയറി പിടിക്കുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയുടെ ഇങ്ങനെ അശ്വിൻ്റെ മേത്തേക്ക് ഇങ്ങനെ വലിച്ചിങ്ങനെ ഇടുവാണ് കേട്ടോ. അപ്പോൾ ശ്രുതിക്ക് ആകെ നാണം വരികയാണ്. ശ്രുതി ഇങ്ങനെ അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അശ്വിനും ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. കുറച്ച് നേരം അവർ പരസ്പരം കണ്ണോട് കണ്ണ് നോക്കിയിരിക്കുന്നുണ്ട്. ശേഷം ശ്രുതിനെ അശ്വിൻ പൊക്കിയെടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് അങ്ങനെ റോസാപ്പൂൻ്റെ ഇതിലേക്ക് കൂടി ഇങ്ങനെ നടന്നു പോകുക കേട്ടോ. പിന്നെ ഒരു സ്ഥലത്തെത്തുമ്പോഴേക്കും ശ്രുതിനെ അവിടെ നിലത്തേക്ക് ഇങ്ങനെ നിർത്തിയതിന് ശേഷം അശ്വിൻ ഇങ്ങനെ ശ്രുതിനെ ഉമ്മ കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. കറക്റ്റ് സമയത്ത് തന്നെ അവിടേക്ക് അഞ്ജലിയും അതുപോലെ തന്നെ പ്രീതിയും ആകാശും മനോരമയും മുത്തശ്ശിയും അതുപോലെ തന്നെ രാമേട്ടനും എല്ലാവരും ആ സമയത്ത് അവിടേക്ക് വാതിൽ തള്ളി തുറന്ന് കയറി വരും കേട്ടോ. അവർ നോക്കുമ്പോഴേക്കും അശ്വിൻ ഇങ്ങനെ ശ്രുതിയുടെ അതായത് ശ്രുതിയുടെ മുമ്പിലായിട്ടാണ് അശ്വിൻ നിൽക്കുന്നത്. അവരിങ്ങനെ കിസ് ചെയ്യാൻ പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഇങ്ങനെ ഷോക്കായി പോകാട്ടോ. കാരണം എല്ലാവരും സപ്താഹത്തിന് പോയ സമയത്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇങ്ങനത്തെ ഒരു സർപ്രൈസ് ആ രീതിയിൽ എല്ലാവരും ഇവരെ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അശ്വിൻ ശ്രുതിയുടെ കൈ ഇങ്ങനെ വിടുകയാണ്. ശ്രുതി പെട്ടെന്ന് മുകളിലേക്ക് ഓടി പോകുന്നുണ്ട്. അഞ്ജലിക്ക് വിഷമമാട്ടോ, കാരണം തന്നോട് കള്ളം പറഞ്ഞിട്ട് തൻ്റെ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇവിടെ വന്നല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അഞ്ജലിയുടെ മനസ്സിൽ ചെറിയൊരു വിഷമം. കാരണം തനിക്ക് വേണ്ടി ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കള്ളം പറഞ്ഞ് പോയിട്ട് ഭാര്യയ്ക്ക് വേണ്ടി തിരിച്ചു വന്നു. ആ രീതിയിലാണ് അഞ്ജലി ആ ഒരു കാര്യത്തിന് എടുക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമില്ലെന്ന് പിന്നെ അശ്വിൻ പറഞ്ഞ് മനസ്സിലാക്കും കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡ് നമ്മൾ ഈ ഭാഗമാണ് കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.